അപ്പോൾ പോയപ്പോൾ ഇവരൊരു സീൻ തന്നു, അതായത് അനിയത്തി പീഡിപ്പിക്കപ്പെട്ടു, മാനസിക നില തെറ്റി, ഇയാളെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അപ്പൊ കുറച്ച് പത്രക്കാര് വന്നിട്ട് ഇവനോട് ചോദ്യം ചെയ്യും. അപ്പൊ ഇവര് ഭ്രാന്താവും. അതാണ് നീ അഭിനയിച്ച് മറ്റേതാക്കുന്ന രംഗം. ഞാനൊരു കയറി ചെന്ന് എന്തൊക്കെയോ അലമ്പ് കാണിച്ചു. എനിക്ക് പോലും ഓർമ്മയില്ല ഞാൻ എന്താ ചെയ്തത്. എനിക്ക് അത് നമ്മുടെ എനിക്ക് കൈയുണ്ടതോ കാലുണ്ടതോ പോലെ എനിക്ക് സെൻസ് ആവുന്നില്ല. അങ്ങനത്തെ ലെവലിൽ ഞാൻ എന്തോ ചെയ്തു വെച്ചു. അപ്പോൾ തന്നെ അവരെല്ലാവരും 3 പേരും വൻ കൈ 3 പേര് ഇരിക്കും. ഒരാളിങ്ങനെ കട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒരാൾ സിഗരറ്റൊക്കെ വലിച്ചിട്ട്, ഒരാൾ പെക്കെന്തോ അടിക്കുന്നത് കണ്ടിട്ട് ഓ അടിപൊളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ അപ്പൊ ഇയാൾ സെലക്ട് ആയി. ആണോ? അപ്പൊ ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താ? പടത്തിന്റെ പരിപാടികൾ സ്റ്റാർട്ടാവും. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ വീടെത്തുന്നതിന് മുന്നേ എനിക്ക് കോൾ വന്ന് ഇതുപോലെ നിന്റെ നല്ല ഫോട്ടോ അയച്ചു തന്നേന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് നല്ല ഫോട്ടോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവന്മാരെടുത്ത ഫോട്ടോ ആ സമയത്ത് നമ്മൾ അത്യാവശ്യം അതിന് പൈസ കൊടുത്താൽ എടുക്കാൻ പറ്റുന്ന പോലത്തെ നല്ല ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു. DSLR ഫോട്ടോ അയച്ചു കൊടുത്ത്. ഇവർ എന്ത് ഫോട്ടോ എങ്ങനെ അയച്ചു കൊടുത്താലും അവന്മാർ പറയും ഇത് കൊള്ളിട്ടാണ് നിന്റെ ഫോട്ടോ, ഇതെന്ത് ഫോട്ടോ, ഇതൊന്നും അല്ലടാ നിൻ്റെ അടുത്ത് പോർട്ട്ഫോളിയോ ഒന്നും ഇല്ല. അപ്പോഴാണ് ഈ സാധനം കേൾക്കണം, പോർട്ട്ഫോളിയോ ഇല്ല എൻ്റെ അടുത്തില്ല. ഇവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമ്മളൊരു 10-15 പേരെ സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രം വെച്ചിട്ട് 15 പേരെ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 20,000 രൂപ അതിന് ചാർജ് ഉണ്ട്. നീ ഇന്ന ദിവസം എറണാകുളത്തേക്ക് വന്നാൽ മതി. ശരിക്കും 60,000 രൂപയ്ക്കാവും, ഒരു 20,000 രൂപയ്ക്ക് ചെയ്തുതരാമെന്ന്. 20,000 അല്ലേ കൊടുക്കണ്ടു, സിനിമ കിട്ടുമല്ലോ. ഞാൻ നേരെ കൊണ്ടുവന്ന് 20,000 രൂപയൊക്കെ കൊടുത്ത് ഞാൻ തൊട്ടടുത്തേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഫോട്ടോഷൂട്ട് തുടങ്ങി. ഇതുപോലെ ഒരു സ്റ്റുഡിയോ ഫ്ലോറൊക്കെ എടുത്തിട്ട് അവിടെ വൻ ഫോട്ടോഷൂട്ട് കിടക്കാം. അപ്പൊ പോലീസിന്റെ കോസ്റ്റ്യൂം കൊണ്ടുവന്നിട്ടുണ്ട്, കല്യാണ ചെറുക്കന്റെ കോസ്റ്റ്യൂം അല്ലടാ അവര് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മേക്കപ്പിന്റെ ചേട്ടൻ, എനിക്കൊന്ന് ഭരതനാട്യത്തിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഏതൊരു പുള്ളിക്കാരനെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഇവിടെ ഫുള്ള് മറ്റേ ഡ്രസ്സുകൾ തൂക്കിയിട്ടേക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇതേ കാണാം. ഞാൻ ചോദിച്ചു വൻ സെറ്റപ്പ് 20,000 രൂപ മുതലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മറ്റേ തൊട്ടപ്പുറത്തിരിക്കുന്ന ചെക്കനോട് ചോദിച്ചു ബ്രോ എത്രയും കൊടുത്ത? നമ്മൾ ഞാൻ 3,000. അപ്പൊ ഞാൻ അപ്പൊ തന്നെ എന്റെ കിളി പോയി. 3,000 രൂപയ്ക്ക് ഇവര് ഫോട്ടോഷൂട്ട്. എനിക്ക് ഞാൻ നേരെ മറ്റേ ഫോട്ടോ എടുക്കുന്ന പുള്ളിയോട് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു എടാ അവന് ഔട്ട്ഡോർ ഷൂട്ട് ഇല്ലല്ലോ, നിനക്ക് ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട് കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞ അതാണ്